നഗരത്തിലെ ദിനംപ്രതി രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്കിന് ദീർഘകാല പരിഹാരം കണ്ടെത്തുന്നതിനായി ഭാവിയിലെ അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ പഠനവിധേയമാക്കാൻ ബംഗളൂരു സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പുതിയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടു. റോഡുകളിലെ വാഹനത്തിരക്ക് കുറയ്ക്കുകയും നഗരഗതാഗതത്തെ കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൗഹൃദമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പോർട്ട് ടാക്സി സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നവീന ആശയങ്ങൾ പരിശോധിക്കുന്നത്. തൂങ്ങിക്കിടക്കുന്ന ഇൻവെർട്ടഡ് റെയിൽ സംവിധാനം മുതൽ റോപ്പ് വേ അടിസ്ഥാനമാക്കിയ ഗതാഗത ശൃംഖല വരെയുള്ള വിവിധ മാതൃകകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. അടുത്തിടെ മുംബൈ നഗരത്തിൽ കൃത്രിമബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന പോർട്ട് ടാക്സി പദ്ധതിക്ക് തുടക്കമായതോടെയാണ് മറ്റു വലിയ ഇന്ത്യൻ നഗരങ്ങളും സമാനമായ ഗതാഗത സംവിധാനങ്ങളുടെ സാധ്യതകൾ ഗൗരവമായി പരിശോധിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഭാഗമായാണ് ബംഗളൂരു നഗരത്തിലും ഭാവി ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത്. നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ ദിനംപ്രതി വഷളാകുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത റോഡ് വികസന പദ്ധതികൾക്ക് പുറമെ വ്യത്യസ്തമായ ആശയങ്ങൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണെന്ന് നഗരാസൂത്രണ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു മുൻപ് 2018 തന്നെ പഴയ ബൃഹത് ബംഗളൂരു മഹാനഗരപാലിക നഗരത്തിലെ ഒന്നാംഘട്ട അവസാനഘട്ട യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുമായി പോർട്ട് ടാക്സി സംവിധാനം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ സാങ്കേതികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ ആ പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഇപ്പോൾ അതിനേക്കാൾ വിപുലമായ രീതിയിലാണ് പുതിയ പഠനങ്ങൾ പുരോഗമിക്കുന്നത്. ബംഗളൂരു സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 3 പ്രധാന മാതൃകകളാണ് വിശദമായി വിലയിരുത്തുന്നത്. തൂങ്ങിക്കിടക്കുന്ന ഇൻവെർട്ടഡ് റെയിൽ സംവിധാനം, വ്യക്തിഗത വേഗഗതാഗത സംവിധാനം എന്നറിയപ്പെടുന്ന വ്യക്തിഗത അതിവേഗ യാത്രാ മാതൃക, റോപ്പ് വേ ഗതാഗത സംവിധാനം എന്നിവയാണവ. രാജ്യത്തെ മറ്റു നഗരങ്ങളിലെ മാതൃകകളും ഇതിനായി പഠനവിധേയമാക്കുന്നുണ്ട്. വാരണാസി നഗരത്തിൽ പുരോഗമിക്കുന്ന റോപ്പ് വേ പദ്ധതി, അഹമ്മദാബാദ് നഗരത്തിൽ പരിഗണനയിലുള്ള ഇൻവെർട്ടഡ് റെയിൽ സംവിധാനങ്ങൾ എന്നിവ ബംഗളൂരു അധികൃതർ അടുത്തായി വിലയിരുത്തുകയാണ്. ഈ നഗരങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ബംഗളൂരുവിന്റെ നഗരഘടനയ്ക്കും ഗതാഗത ആവശ്യങ്ങൾക്കും യോജിക്കുമോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ജനസാന്ദ്രത, നിലവിലെ റോഡ് സൗകര്യങ്ങൾ, മെട്രോ ശൃംഖല എന്നിവയെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ മാതൃക തെരഞ്ഞെടുക്കാനാണ് ശ്രമം. ബംഗളൂരുവിൽ ഏത് തരത്തിലുള്ള സംവിധാനമാണ് കൂടുതൽ പ്രായോഗികമാകുക, ഏത് പ്രദേശങ്ങളിലാണ് അത് ഫലപ്രദമായി ഉപയോഗിക്കാനാകുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ പ്രാഥമിക പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രധാനമായും നഗരത്തിലെ അവസാനഘട്ട കണക്ടിവിറ്റി പ്രശ്നം പരിഹരിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് താമസ മേഖലകളിലേക്കും വിവരസാങ്കേതിക പാർക്കുകളിലേക്കും യാത്ര ചെയ്യുന്നതിനിടെ നേരിടുന്ന ഗതാഗത ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇത്തരം സംവിധാനങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ റോഡുകളിൽ നിന്ന് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഗതാഗതത്തിനായി പുതിയ ഇടം സൃഷ്ടിക്കുകയോ വേണമെന്നാണ് ബി-സ്മൈൽ അധികൃതരുടെ വിലയിരുത്തൽ. ഇതിനായി തുരങ്കപാതകൾ, മേൽപ്പാലങ്ങൾ, ഉയർത്തിയ ഗതാഗത പാതകൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ പദ്ധതികൾ ഇതിനോടകം പരിഗണനയിലുണ്ടെന്നും അവർ അറിയിച്ചു. അതിനോടൊപ്പം റോഡുകൾക്ക് അധിക ഭാരം സൃഷ്ടിക്കാതെ ആകാശപാതകളിലൂടെ സഞ്ചരിക്കുന്ന പോർട്ട് ടാക്സി സംവിധാനങ്ങളും ഒരു സാധ്യതയായാണ് കാണുന്നത്. പോർട്ട് ടാക്സി സംവിധാനങ്ങൾ ഇപ്പോഴും വികസിച്ചു വരുന്ന ഗതാഗത ആശയങ്ങൾ ഒന്നായതിനാൽ അവയുടെ പ്രായോഗികത, ചെലവ്, യാത്രക്കാരുടെ സുരക്ഷ, പരിപാലന ചെലവ് എന്നിവയെല്ലാം വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പൊതു-സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാനാകുമോ എന്നും അല്ലെങ്കിൽ പ്രത്യേക ഗതാഗത ഏജൻസിയെ ചുമതലപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ എന്നും ബി-സ്മൈൽ പരിശോധിക്കുന്നുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ളതും നിലവിലെ പൊതുഗതാഗത സൗകര്യങ്ങൾ പരിമിതവുമായ നഗരപ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ സാധ്യത കൂടുതലെന്ന് സൂചനയുണ്ട്. പ്രത്യേകിച്ച് മെട്രോ സേവനം ലഭ്യമല്ലാത്തതോ വളരെ പരിമിതമായതോ ആയ മേഖലകളിൽ പോർട്ട് ടാക്സികൾ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് ഗതാഗത വിദഗ്ധരുടെ അഭിപ്രായം. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ യാത്രക്കാരെ വേഗത്തിലെത്തിക്കാൻ കഴിയുന്നതാണ് ഈ സംവിധാനങ്ങളുടെ പ്രധാന സവിശേഷത. ഇപ്പോൾ MG റോഡിൽ നിന്ന് മരത്തഹള്ളി വഴി വർത്തൂർ വരെ നീളുന്ന പഴയ വിമാനത്താവള റോഡിൽ മെട്രോ പദ്ധതികളൊന്നും നിലവിലില്ല. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വിവരസാങ്കേതിക ഇടനാഴികളിലൊന്നായ ഈ മേഖലയിലെ റോഡുകൾ വളരെ ഇടുങ്ങിയതും കൂടുതൽ വികസിപ്പിക്കാൻ സാധ്യത കുറവുമാണ്. ഈ സാഹചര്യത്തിൽ ഉയർത്തിയ പാതകളിലൂടെ സഞ്ചരിക്കുന്ന പോർട്ട് ടാക്സി സംവിധാനം വലിയ പരിഹാരമാകാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ യാത്രാസമയം കുറയുകയും മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും നഗരത്തിലെ സ്വകാര്യ വാഹനാശ്രയം കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ ബംഗളൂരു പോലുള്ള അതിവേഗം വളരുന്ന നഗരങ്ങളിൽ പരമ്പരാഗത റോഡ് വികസന പദ്ധതികൾ മാത്രം മതിയാകില്ലെന്നും സാങ്കേതികവിദ്യയെ ആശ്രയിച്ചുള്ള നവീന ഗതാഗത സംവിധാനങ്ങളാണ് നഗരഗതാഗതത്തിന്റെ ദിശ മാറ്റിമറിക്കുന്നതെന്നും നഗരാസൂത്രണ വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.